വരും ദിവസങ്ങളിൽ ഇടിയാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി ലിമിറ്റഡ്. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 0.6% വർദ്ധിച്ച് 1849 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 92.75, ഡിവിഡൻഡ് yield 0.5%, 52 വീക്ക് ലോ 918, 52 വീക്ക് ഹൈ 2225. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിൽ നാളെ മുതൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുകയാണ്. കമ്പനിയുടെ ഒരു പ്രമുഖ ഇൻവെസ്റ്ററായ NSE ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജിയുടെ 20% സ്റ്റേക്കുകൾ 1550 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് 1550 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടത്തുന്നു. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന NSEയുടെ ഒരു ഫുള്ളി ഓൺഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് NSE ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 70% ഉയർന്നിരുന്നു. കൂടാതെ കമ്പനി പ്രധാനമായും ഇ ഗവർണൻസ് സർവീസ്, സിറ്റിസൺ സർവീസ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഡാറ്റാ സെൻറ്റർ കോലൊക്കേഷൻ, IT കൺസൾട്ടൻസി തുടങ്ങിയ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി. 1580 52 വീക്ക് ലോ സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 17% ഡിസ്കൗണ്ടിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ അപ്പിയർ ആകാനാണ് സാധ്യത. അതായത് നാളെ പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്ക് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് അടുത്ത് ലഭിക്കുന്നതുകൊണ്ടും കൂടാതെ 1550 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിൽ ഹാൻഡ് ചേഞ്ച് ഓവർ നടക്കുന്നതുകൊണ്ടും ഏകദേശം 1580 ഫെയർ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കായിട്ട് പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ വിലയിരുത്താവുന്നതാണ്. രണ്ടാമത്തേത് കോർപ്പറേറ്റ് ഇഷ്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് പ്രൊഡക്റ്റുകളുടെ അൺഎത്തിക്കൽ ഡംപിംഗ് നടക്കുന്നു എന്നുള്ള ആരോപണത്തെ നേരിട്ടതിനെ തുടർന്ന് തുടർച്ചയായി ഇടിയുന്ന ഒരു സ്റ്റോക്കാണ് ഹൊണാസ കൺസ്യൂമർ ലിമിറ്റഡ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 43% കറക്റ്റായി. ഇന്നത്തെ ദിവസവും സ്റ്റോക്ക് 10% ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ മാമ പേരൻ്റ് കമ്പനിയുടെ ഹൊണാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. 52 വീക്ക് ഹൈ 547, 52 വീക്ക് ലോ 237. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 43% കറക്റ്റായിട്ടുണ്ട്. ഹൊണാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകൾ അൺഎത്തിക്കൽ സ്റ്റോക്ക് ഡംപിംഗ് പ്രാക്ടീസ് നടത്തുന്നു എന്നാണ് ആൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആരോപിച്ചിരിക്കുന്നത്. അതായത് ഈ കമ്പനി പ്രധാനമായും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ ലൈഫ് എക്സ്പയറി ആയ പ്രൊഡക്റ്റുകളിൽ പലതും കമ്പനി തിരികെ എടുക്കുന്നില്ല എന്നാണ് ആൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരോപിച്ചിരിക്കുന്നത്. വളരെ വലിയ ഒരു കോർപ്പറേറ്റ് അൺഎത്തിക്കൽ ഇഷ്യൂ കമ്പനി നേരിടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി സ്റ്റോക്ക് ഇടിയുകയും ചെയ്യുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് മോശമായിരുന്നു. 29 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 18.5 കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. കൂടാതെ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ ബോഡിയിൽ പല മിസ്ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു. ഇവിടെ ഏകദേശം 40.69 കോടി രൂപയുടെ ഇൻവെൻട്രിയാണ് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ചെയിനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിനെ റിലീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി ഇതുവരെയും ആക്റ്റീവായിട്ടില്ല. ഈ ന്യൂസ് തന്നെയാണ് സ്റ്റോക്കിൽ തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ വന്നതിന് പിന്നിലെ പ്രധാന കാരണവും. ഇനി മാമ എർത്ത് പ്രൊഡക്റ്റ് ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് BPC പ്രൊഡക്റ്റായി എന്ന് CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ കമ്പനി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മോഡലിലും ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. സ്റ്റോക്ക് എയർടെൽ ഡേറ്റ് ബേസിസിൽ 44% കറക്റ്റായിട്ടുണ്ട്. 6 അനലിസ്റ്റുകൾ സ്റ്റോക്കിനെ ബൈ ചെയ്യാനും 2 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും 4 അനലിസ്റ്റുകൾ സ്റ്റോക്കിനെ സെൽ ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനേക്കാളും താഴ്ന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിൽ സ്റ്റോക്ക് തുടരുന്നതുകൊണ്ട് വരും ദിവസങ്ങളിലും സ്റ്റോക്ക് കറക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. നാളെ ഹൊണാസ കൺസ്യൂമർ ലിമിറ്റഡ് അല്ലെങ്കിൽ ഹൊണാസ, രണ്ടാമത്തേത് പ്രോട്ടീൻ ഇ ഗവർണൻസ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ കണ്ടേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.